എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് കുളുംസ് ലോ എന്താണെന്നാണല്ലേ പറഞ്ഞു വെച്ചത്. കുളുംസ് ലോ എന്താന്ന് പറഞ്ഞു, അതിനൊരു ഇക്വേഷൻ എഴുതി, പെർമിറ്റിവിറ്റി എന്താന്നൊക്കെ നമ്മള് പറഞ്ഞു. അപ്പൊ എന്താ കുളുംസ് ലോ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. എന്താ കുളുംസ് ലോ? അതിന്റെ ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. F is equal to 1/4πε0 Q1 Q2 by R square. എപ്സിലോൺ 0 എന്ന് പറഞ്ഞപ്പോൾ അത് എയറിലെ ഫോഴ്സ് ആണ് നമുക്ക് മനസ്സിലേക്ക് വന്നു. ഇനി എപ്സിലോൺ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഏതൊരു മീഡിയത്തിലെയും ഫോഴ്സ്. ഇപ്പൊ തന്നെ ഞാൻ നിങ്ങളോട് കുളുംസ് ലോ എന്താണെന്ന് ചോദിച്ചപ്പോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചിത്രമാണ് വന്നിട്ടുണ്ടാവുക. ഒരു സ്ലൈഡ് ഷോ പോലെ ഒരു ഫ്രെയിം. ആ ഫ്രെയിമിൽ എന്ത് എഴുതിയിട്ടുണ്ടാവും? F is equal to 1/4πε0 Q1 Q2 by R square. ഇങ്ങനെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ എപ്പോഴും ഒരു ഫ്രെയിം ആയിട്ട്, ഒരു ഫ്രെയിം പോലെ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എപ്പോഴും അത് പെട്ടെന്ന് നമുക്ക് റികളക്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഞാൻ ആ ഇക്വേഷൻ ഇവിടെ എഴുതട്ടെ. കുളുംസ് ലോയുടെ ഇക്വേഷൻ F is equal to 1/4πε0 Q1 Q2 by R square. ഇനി ഇക്വേഷനിലേക്ക് ഒന്ന് നോക്കാം കേട്ടോ. F എന്താ? ഫോഴ്സ് ആണല്ലോ. ഫോഴ്സ് എപ്പോഴൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് അല്ലെ. ഫോഴ്സ് വെക്റ്റർ ആണ്, നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്. ഫോഴ്സ് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ ഇതും എന്തായിരിക്കണം? F is equal to ആണല്ലോ. അപ്പൊ ഇതും വെക്റ്റർ ആവണ്ടേ? ഇതും വെക്റ്റർ ആയിരിക്കണം. ഇത് വെക്റ്റർ ആണോ? ഇപ്പൊ നിലവിൽ നോക്കിക്കേ, ഇവിടെ ആരൊക്കെയുള്ളത്? 1/4πε0 ഉണ്ട്. പിന്നെ ആരുണ്ട്? Q1 Q2. Q1 Q2 ചാർജ് ആണ്. ചാർജ് വെക്ടർ ആണോ? ചാർജ് സ്കെയിലാർ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ചാർജ് സ്കെയിലാർ ആണ്. ഈ ആറോ ഡിസ്റ്റൻസ് ആണല്ലേ. അപ്പൊ അതും വെക്ടർ അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ വെക്ടർ ആക്കണ്ടേ? എങ്ങനെയാണ് സ്കെയിലാറിന് നമുക്ക് വെക്ടർ ആക്കാൻ പറ്റുക? അവിടെ നമുക്കൊരു ഡയറക്ഷൻ കൊണ്ടുവന്നാൽ മതി അല്ലേ. ഇവിടെ എങ്ങനെയാ ഡയറക്ഷൻ കൊണ്ടുവരിക? ഒരു യൂണിറ്റ് വെക്ടറെ വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിനെ വെക്ടർ ആക്കാലോ. ഏത് യൂണിറ്റ് വെക്ടറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? ഏതെങ്കിലും യൂണിറ്റ് വെക്ടർ മതിയോ? ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഉണ്ട്, കാരണം ഫോഴ്സ് വെക്ടർ ആണ്. ഈ ഫോഴ്സിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിനെ കൊണ്ട് ഇയാളെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതാരാവും? ഇതും വെക്ടർ ആവും. അപ്പൊ നമുക്ക് ഇതിനൊന്ന് വെക്ടർ ആക്കാം. ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അപ്പൊ ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് രണ്ട് ചാർജ് ആണെന്ന് വിചാരിക്കാം. ഇതൊരു ചാർജ്, ഇതൊരു ചാർജ്. ഇവര് തമ്മിൽ ഒന്നല്ലെങ്കിൽ അട്രാക്ട് ചെയ്യാം, അല്ലെങ്കിൽ അവര് തമ്മില് റിപ്പല് ചെയ്യാം. തൽക്കാലം ഇവര് തമ്മില് റിപ്പലാണ് ചെയ്യണമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെയാന്ന് നോക്കണം അല്ലെ. ഇവിടെ എത്ര ഫോഴ്സ് ഉണ്ട്? ഒന്നോ അതിൽ കൂടുതലോ? ഒന്ന് നോക്കി നോക്കി. ഇത് ഒന്നാമത്തെ ചാർജ്, ഇത് രണ്ടാമത്തെ ചാർജ്. ഈ ഒന്നാമത്തെ ചാർജ് രണ്ടാമത്തെ ചാർജിന്റെ മുകളിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ രണ്ടാമത്തെ ആള് വെറുതെ ഇരിക്കുവോ? ഇല്ല. അയാളും ഒന്നാമത്തെ ആളുടെ മുകളിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ഫോഴ്സ് ഉണ്ട്? ഇവിടെ രണ്ട് ഫോഴ്സ് ഉണ്ട്. ഒന്നാമത്തെ ആള് രണ്ടാമത്തെ ആളുടെ മുകളില് എക്സേർട്ട് ചെയ്യുന്ന ഒരു ഫോഴ്സും രണ്ടാമത്തെ ആൾ ഒന്നാമത്തെ ആളുടെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന അടുത്ത ഫോഴ്സും. അപ്പൊ ഇതിനെ നമുക്കൊന്ന് റെപ്രസെന്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോ നമ്മൾ രണ്ട് രീതിയിൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യും. F12 ഒരു ഫോഴ്സ്, F21 അടുത്ത ഫോഴ്സ്. ഈ F12 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ചാർജിന്റെ മുകളിൽ രണ്ടാമത്തെ ചാർജ് അപ്ലൈ ചെയ്യുന്ന, എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്. ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ ഫസ്റ്റ് ചാർജ് ഡ്യൂ ടു സെക്കൻഡ് ചാർജ്. ഞാൻ ചാർജിനെ വരയ്ക്കാം. ഇത് ഒന്നാമത്തെ ചാർജ് Q1, ഇത് രണ്ടാമത്തെ ചാർജ് Q2. അപ്പൊ ഈ F12 ആരാ? ഈ 1ന്റെ മുകളിൽ, Q1ന്റെ മുകളില് Q2 എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്. F21 2യുടെ മുകളില് 1 എക്സേർട്ട് ചെയ്യുന്ന, Q1 എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് F21. ഇനി ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ ഇത് രണ്ട് ചാർജ്, ഇവര് തമ്മില് റിപ്പല് ചെയ്യുന്ന കേസാണ് നമ്മൾ എടുത്തത്. ഇവര് തമ്മില് റിപ്പല് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇയാൾക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഇയാള് കാരണം ഇയാൾ എങ്ങോട്ടാ പോവാ? റിപ്പൾസീവ് ആണ്. ഇങ്ങോട്ട് വരുമോ? ഇല്ല. ഇങ്ങോട്ട് വന്നാൽ അട്രാക്റ്റീവ് ആയില്ലേ, അട്രാക്ഷൻ ആയി. അപ്പൊ ഇയാൾ എങ്ങോട്ടായിരിക്കും പോവാ? ഇങ്ങോട്ടായിരിക്കും പോവാ. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇത്. അത് നമുക്കിവിടെ വരയ്ക്കാലോ. ഒന്നാമത്തെ ചാർജിനെ അനുഭവപ്പെടുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇതാ വരച്ചു.
ഇത് F12. ഇനി F21 കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണല്ലേ. ഇയാൾ എങ്ങോട്ടാ പോയി? ഇയാള് കാരണം ഇങ്ങോട്ട്. അപ്പൊ ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഞാൻ ഇവിടെ വരയ്ക്കുന്നു. ഇത് F21ന്റെ ഡയറക്ഷൻ. അപ്പൊ ഡയറക്ഷൻ ക്ലിയർ അല്ലേ? റിപ്പൾസീവ് ആയതുകൊണ്ടാട്ടോ ഇവർ രണ്ടുപേരും ഇങ്ങനെ പോയത്. അട്രാക്റ്റീവ് ആയിരുന്നെങ്കിൽ ഇവർ രണ്ടുപേരും അടുത്തേക്ക് വന്നേനെ. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമ്മള് വരച്ചേനെ. ഇനി നമ്മൾ നമ്മുടെ യൂണിറ്റ് വെക്ടറിന്റെ ഡയറക്ഷനും കൂടി ഇവിടെ കാണിക്കണം. ഇപ്പൊ രണ്ട് യൂണിറ്റ് വെക്ടർ നമുക്ക് കാണിക്കാം. ഒരെണ്ണം R12, യൂണിറ്റ് വെക്ടർ R12. R12 എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? ഫസ്റ്റ് പൊസിഷനിൽ നിന്ന് സെക്കൻഡ് പൊസിഷനിലേക്ക്. R12 ഫസ്റ്റ് പൊസിഷനിൽ നിന്ന് സെക്കൻഡ് പൊസിഷനിലേക്ക്. അപ്പൊ നമ്മുടെ അതിന്റെ ഡയറക്ഷൻ ഇതല്ലേ? ഈ യൂണിറ്റ് വെക്ടറുടെ ഡയറക്ഷൻ ഇത്. ഇനി R21ന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? R21, യൂണിറ്റ് വെക്ടർ R21. 21 എന്ന് പറയുമ്പോ 2ൽ നിന്ന് 1ലേക്ക്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട്. ഇത് അതിന്റെ ഡയറക്ഷൻ. ഇനി നമ്മള് ഈ രണ്ട് ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് സുഖമായിട്ട് നമുക്ക് എഴുതാം. വെക്ടർ ഫോമിൽ ഇതിനെ എഴുതാം. അപ്പൊ വെക്ടർ F12, മുകളിൽ ആരോ മാർക്ക് ഇട്ടത് വെക്ടറായി. F12 ഈസ് ഈക്വൽ ടു, ഇതൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് എഴുതണ്ടേ? അതുപോലെ തന്നെ നമുക്ക് എഴുതാം. 1/4πε0 Q1 Q2 R². ഇനി ആരെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം? യൂണിറ്റ് വെക്ടറെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിൽ ഏത് യൂണിറ്റ് വെക്ടർ നമ്മൾ എടുക്കുക? ഇയാളെ എടുക്കോ ഇയാളെ എടുക്കോ? ഫോഴ്സിന്റെ ഡയറക്ഷൻ നോക്കൂ. F12യുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിനെ നമുക്ക് എടുക്കേണ്ടത്. F12യുടെ ഡയറക്ഷൻ ഏതാ? ഇതാണ് F12യുടെ ഡയറക്ഷൻ. അപ്പൊ ഏത് യൂണിറ്റ് വെക്ടറിനെ എടുക്കും? ഇയാളെയല്ലേ എടുക്കേണ്ടത്? ഇതല്ലേ ഇങ്ങോട്ടുള്ള ഡയറക്ഷനിൽ വരുന്ന യൂണിറ്റ് വെക്ടർ. ഇയാളെ നമ്മൾ എടുക്കും. അപ്പൊ നമ്മൾ ഇവിടെ എഴുതുക ആരായ? R21, യൂണിറ്റ് വെക്ടർ R21. ഇനി ഇത് എഴുതാൻ എളുപ്പല്ലേ? തന്നെ എഴുതും. നിങ്ങളൊന്ന് എഴുതിക്കോ, ഞാനും ഒന്ന് എഴുതാം. F21 ഇപ്പൊ വെക്ടർ ആണെന്ന് നമ്മൾ കാണിക്കുന്നു. മുകളിലൊരു വെക്ടർ നൊട്ടേഷൻ കൊടുത്തു. ഇസ് ഈക്വൽ ടു എഴുതിക്കോളൂ. 1/4πε0 Q1 Q2 R². കൂടെ യൂണിറ്റ് വെക്ടർ. ഈ ഫോഴ്സിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ. ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇതാണ്. ഈ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ഇതാണ്. ഇതല്ലേ ഡയറക്ഷൻ? യൂണിറ്റ് വെക്ടർ ഇതാണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതും? R12. അപ്പൊ നമ്മള് കുളംബ്സ് ലോനെ വെക്ടർ ഫോമില് റെപ്രസെന്റ് ചെയ്തു. കുളംബ്സ് ലോനെ നമ്മള് വെക്ടർ ഫോമില് റെപ്രസെന്റ് ചെയ്തു. ഇത് ഏത് ഫോഴ്സിന്റെ കേസിലാ? ഇവര് രണ്ടുപേരും റിപ്പൽ ആണ് ചെയ്തതെങ്കിൽ, റിപ്പൽസീവ് ഫോഴ്സിന്റെ കേസാണ് നമ്മളിവിടെ ചെയ്തത്. അട്രാക്റ്റീവ് ചെയ്യാലോ? നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമല്ലോ. ഞാൻ ചെയ്യണോ? നിങ്ങളും ചെയ്തോളൂ. കൂടെ ഞാനും വെറുതെ ഒന്ന് ചെയ്തു നോക്കാം. നിങ്ങളും ചെയ്തു നോക്കണം. അപ്പൊ ഞാൻ ഒന്നും കൂടി ഈ ഫിഗർ വരയ്ക്കുകയാണ്. Q1 Q2. ഇവര് തമ്മിൽ എന്താ ചെയ്യുന്നത്? ഇവര് തമ്മിൽ അട്രാക്ട് ചെയ്യുന്നു. അപ്പൊ ഫോഴ്സിന്റെ ഡയറക്ഷൻ നിങ്ങൾ പറയൂ. ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? അട്രാക്ട് ചെയ്യുമ്പോ Q1 ഇയാളെ അട്രാക്ട് ചെയ്യുമ്പോ ഇയാള് ഓടിപ്പോവില്ലല്ലോ, അടുത്തേക്കല്ലേ വരുള്ളൂ. അടുത്തേക്ക് വരും. അപ്പൊ ഇവിടുത്തെ ഫോഴ്സിന്റെ ഡയറക്ഷൻ F12യുടെ ഡയറക്ഷൻ ഇത്. ഇയാള് കാരണം ഇയാൾ എങ്ങോട്ടാ പോവാ? അടുത്തേക്ക് വരും. ഇയാളുടെ ഡയറക്ഷൻ ഇത് F21. യൂണിറ്റ് വെക്ടറിന്റെ ഡയറക്ഷൻ നമുക്ക് സുഖമായിട്ട് നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതാം. R12 ക്യാപ്പിന്റെ ഡയറക്ഷൻ ഇത് 1ൽ നിന്ന് 2ലേക്ക്. R21ന്റെ ഡയറക്ഷൻ 2ൽ നിന്ന് 1ലേക്ക്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതുമ്പോ എങ്ങനെ വരും നോക്കുക. F12 വെക്ടർ F12 is equal to 1/4πε0 Q1 Q2 R². ഇനി ഏത് യൂണിറ്റ് വെക്ടർ ഉണ്ടാ മൾട്ടിപ്ലൈ ഉണ്ട്? അത് മാത്രമേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ഫോഴ്സിന്റെ ഡയറക്ഷൻ നോക്കണം. ഏത് യൂണിറ്റ് വെക്ടർ ആണെന്ന് നോക്കണമെങ്കിൽ ഇവിടെ F12 ഡയറക്ഷൻ ഇങ്ങട്. അങ്ങനെയാണെങ്കിൽ ഏത് യൂണിറ്റ് വെക്ടർ? ഇതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ. ഇതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ഏതാ? R12. അപ്പൊ നമ്മളിവിടെ എന്ത് എഴുതണം? യൂണിറ്റ് വെക്ടർ R12. ഇനി അടുത്തത് F21. വെക്ടർ F21 is equal to 1/4πε0 Q1 Q2 R². ഇത് ഏത് യൂണിറ്റ് വെക്ടറാ? F21 എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട്. ആ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ഇതല്ലേ? അതിന്റെ പേര് R21. അപ്പൊ ഞാനിവിടെ R21 എന്ന്. നമ്മള് വളരെ ഈസി ആയിട്ട്
കൂളംസ് ലോനെ വെക്ടർ ഫോമിൽ റെപ്രസെന്റ് ചെയ്തു. അട്രാക്റ്റീവ് കേസിലും ചെയ്തു, റിപ്പൽ ചെയ്യുന്ന കേസിലും നമ്മൾ റിപ്പൾസീവ് ഫോഴ്സിന്റെയും ചെയ്തു. ഇനി ഇത് സ്ഥിരമായിട്ട് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, റെപ്രസെന്റ് കൂളംസ് ലോ ഇൻ വെക്ടർ ഫോം. ഇനി ഇവിടേക്ക് നോക്കാം, ഈ രണ്ട് വെക്ടർ തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? ഇത് യൂണിറ്റ് വെക്ടർ ആണ്, ഇതും യൂണിറ്റ് വെക്ടർ ആണ്. അവർ രണ്ടുപേരുടെ മാഗ്നിറ്റ്യൂഡ് 1 ആണെന്ന് നമുക്ക് അറിയാം. പിന്നെ ഡയറക്ഷൻ എങ്ങനെയാ? രണ്ടും ഓപ്പോസിറ്റ് അല്ലേ, ഒരെണ്ണം അങ്ങട് ഒരെണ്ണം ഇങ്ങട്. അങ്ങനെയാണെങ്കിൽ അവര് തമ്മിലുള്ള റിലേഷൻ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? R12 cap is equal to സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്. അപ്പൊ നമുക്ക് R21 പിന്നെ എന്ത് ഇട്ടാ മതി? ഒരു നെഗറ്റീവ് ഇട്ടാ മതി അല്ലെ? ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെന്ന് കാണിക്കാൻ നമുക്ക് ഇവിടെ ഒരു നെഗറ്റീവ് ഇട്ടാ മതി. ഈ R12 എന്ന് പറയുന്നത് R21ന്റെ നെഗറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ എഴുതിയ രണ്ട് ഫോഴ്സ് തന്നെയാണ് ഞാൻ വീണ്ടും ഇവിടെ എടുത്ത് എഴുതിയതേ ഉള്ളൂ. റിപ്പൾസീവ് ആണെങ്കിൽ ഉണ്ടാകുന്ന F12ഉം F21ഉം. ഇവര് തമ്മിലൊരു ബന്ധവും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടാവുമല്ലോ. ഈ ഇക്വേഷൻ നോക്കിക്കേ, F21 is equal to 1/4π0 Q1 Q2 by R². വ്യത്യാസം ഇവിടെയല്ലേ? R21 എന്താന്ന് നമുക്കറിയാം. R21 is നെഗറ്റീവ് ഓഫ് R12 അല്ലെങ്കിൽ R12 is നെഗറ്റീവ് ഓഫ് R21. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എഴുതിക്കൂടെ? F12 is equal to F21ന്റെ നെഗറ്റീവ് എഴുതിക്കൂടെ? കാരണം ഇവര് തമ്മിൽ ഒരു നെഗറ്റീവിന്റെ വ്യത്യാസമുള്ളൂ. അപ്പൊ F12 is equal to മൈനസ് ഓഫ് F21 എന്ന് എഴുതാം. ഇവിടെ ഞാൻ ആ നൊട്ടേഷൻ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ, വെക്ടറിന്റെ നൊട്ടേഷൻ. ഒരു ആരോ മാർക്ക് ആയിട്ടാണ് നേരത്തെ വരച്ചത്. അങ്ങനെയും നമുക്ക് വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യാം, ഇങ്ങനെയും വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യാം. പിന്നെ ഞാൻ ആ നൊട്ടേഷൻ മാറ്റാൻ ചെറിയൊരു കാരണമുണ്ട്. ഇനി ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചു കളയും, ആ ഒരു ഫോഴ്സ് അങ്ങടല്ലേ, അപ്പൊ F12 ഇങ്ങടല്ലേ, അപ്പൊ ഇങ്ങോട്ട് ആരോ മാർക്ക് വരയ്ക്കണ്ടേന്നൊക്കെ. അപ്പൊ ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ആരോ മാർക്കേ ഞാൻ ഒഴിവാക്കി, ആരോ ഞാൻ ഒഴിവാക്കി വെറുതെ ബാർ എന്നും പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നു. അതും വെക്ടർ തന്നെ. അപ്പൊ F12 ഫോഴ്സ് F12 is equal to മൈനസ് ഓഫ് നെഗറ്റീവ് ഓഫ് F21. ഇത് കാണുമ്പോ പണ്ട് പഠിച്ച എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? എന്തെങ്കിലും ഒരു ലോ പണ്ട് പഠിച്ച നിങ്ങൾക്ക് സ്ഥിരമായിട്ട് എപ്പോഴും എന്ത് ചോദിച്ചാലും നിങ്ങൾ പറയുന്ന ഒരു ലോ ഉണ്ട്. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അത് ഏതായിരുന്നല്ലോ? ന്യൂട്ടൺസ് തേർഡ് ലോ. അത് തന്നെയല്ലേ ഈ പറഞ്ഞിരിക്കുന്നത്? ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ്. ഈക്വലും ആണ് ഓപ്പോസിറ്റും ആണ്. നമുക്ക് ഈ കൂളംസ് ലോയില് നമ്മൾ പഠിച്ചപ്പോ പറഞ്ഞു പോയ കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടാവും. അതൊക്കെ നമുക്കൊന്ന് പോയിന്റ് ആയിട്ട് പറയാം. ഒന്നാമത്തെ കാര്യം, ഈ ചാർജുകളുടെ സെന്ററിലൂടെയാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുക. സെൻട്രൽ ഫോഴ്സ് ആണ് ഈ ഫോഴ്സ്. അതായത് ഇതൊരു ചാർജ് ആണെന്ന് വിചാരിക്കാം, ഇതൊരു ചാർജ്. ഇവര് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ എപ്പോഴും ഇതിന്റെ സെന്ററിൽ നിന്ന് സെന്ററിലേക്ക്, ഒരു ചാർജിന്റെ സെന്ററിൽ നിന്ന് മറ്റേ ചാർജിന്റെ സെന്ററിലേക്ക് വരയ്ക്കുന്ന ലൈന്, ആ ലൈനിലൂടെയാണ് ആക്ട് ചെയ്യുന്നത്. അത് ഫസ്റ്റ് പോയിന്റ്. അടുത്തത്, കൂളംസ് ലോ നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ചാർജുകൾ റെസ്റ്റിലിരിക്കുന്ന രണ്ട് പോയിന്റ് ചാർജ് ആയിരിക്കണം. റെസ്റ്റിലിരിക്കുന്ന രണ്ട് പോയിന്റ് ചാർജുകളിൽ മാത്രമേ നമുക്ക് ഈ കൂളംസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി മൂന്നാമത്തത്, ഈ ഫോഴ്സ്, ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് എപ്പോഴും കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. കൺസർവേറ്റീവ് ഫോഴ്സ് കേട്ട് പരിചയമുണ്ടോ? ഉണ്ട്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചതാണ് കൺസർവേറ്റീവ് ഫോഴ്സും നോൺ കൺസർവേറ്റീവ് ഫോഴ്സും. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഫോഴ്സ് ആണ് കൺസർവേറ്റീവ് ഫോഴ്സ്. ഈ ഫോഴ്സ് എപ്പോഴും കൺസർവേറ്റീവ് ആണ്. പിന്നെ കൂളംസ് ലോ ന്യൂട്ടൺസ് തേർഡ് ലോനെ ഒബേ ചെയ്യും. ന്യൂട്ടൺസ് തേർഡ് ലോ, ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നാലാമതായിട്ട് നമ്മൾ പറയാം, നമ്മൾ കഴിഞ്ഞ വർഷം ഒരു ലോ, ഗ്രാവിറ്റേഷൻ ഒരു ലോ പഠിച്ചിട്ടുണ്ട്, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അല്ലെ. രണ്ട് മാസുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ പറയുന്ന ഒരു ലോ ആയിരുന്നു. അവിടെ ആ ഗ്രാവിറ്റേഷണൽ ലോയ്ക്ക് മുമ്പിൽ നമ്മൾ ഒരു യൂണിവേഴ്സൽ എന്നൊരു ടേം ചേർത്തു അല്ലെ, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഇവിടെ അതുണ്ടോ? യൂണിവേഴ്സൽ ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മൾ പറയാറില്ല. കാരണം ഇത് യൂണിവേഴ്സൽ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിന്റെ കാരണം നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞു.
ഒരു ലോ യൂണിവേഴ്സൽ ലോ ആണെങ്കിൽ അത് നമുക്ക് എല്ലാ സിറ്റുവേഷനിലും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റണം. പക്ഷെ കൂളംസ് ലോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ചാർജുകള് പോയിന്റ് ഇൻ സൈസ്, പോയിന്റ് ചാർജുകൾ ആണെങ്കിലും അവർ റെസ്റ്റിലാണെങ്കിലും മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കൂളംസ് ലോ ഒരു യൂണിവേഴ്സൽ ലോ അല്ല. അതുപോലെ തന്നെ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സിനെ സ്വാധീനിക്കാൻ അതിന്റെ ചുറ്റുമുള്ള ചാർജുകൾക്ക് സാധിക്കില്ല. ഇപ്പൊ ഞാനൊരു ചാർജാന്ന് വിചാരിക്കാം, നമ്മുടെ നിത മറ്റൊരു ചാർജ്, ഞങ്ങൾ തമ്മിൽ ഇരിപ്പുവശം ഉണ്ടല്ലോ, ആ ഇരിപ്പുവശം മാറ്റാൻ അതിന് ചുറ്റും ഞങ്ങളുടെ ചുറ്റും ആരൊക്കെ നിങ്ങളൊക്കെ എത്ര ശ്രമിച്ചാലും സാധിക്കില്ല. ഞാനും നിതയും തമ്മിലുള്ള ഫോഴ്സിനെ സ്വാധീനിക്കാൻ വേറെ ആർക്കും കഴിയില്ല. അപ്പൊ ചാർജിന്റെ കേസ് എടുക്കാം. ഇത് Q എന്നുള്ള ചാർജ്, ഇയാളുടെ അടുത്ത് Q1 എന്നുള്ള ചാർജ് ഉണ്ട്, Q2 എന്നുള്ള ചാർജ് ഉണ്ട്, Q3 എന്നുള്ള ചാർജ് ഉണ്ട്. ഇവരൊക്കെ തമ്മിലും ഫോഴ്സ് ഉണ്ടാവും. Q2 തമ്മിലൊരു ഫോഴ്സ്, Q3 തമ്മിലൊരു ഫോഴ്സ്, Q1 തമ്മിലൊരു ഫോഴ്സ്. ഈ Qവും Q1ഉം തമ്മിലുള്ള ഫോഴ്സിനെ സ്വാധീനിക്കാൻ, അഫക്ട് ചെയ്യാൻ ഇവർക്കൊന്നും സാധിക്കില്ല. ഇവർ വന്നിരുന്നാലും വന്നിരുന്നില്ലെങ്കിലും ഇവരുടെ ഫോഴ്സ് എപ്പോഴും സെയിം ആയിരിക്കും. അതായത് force between any two charges is not affected by the presence of any other charges. Force between two charges is not affected by the presence of any other charges. പിടികിട്ടിയോ? ഇത്രയും കാര്യം നമ്മുടെ മനസ്സിൽ വേണം. ഒന്നാമത്തത്, the force acts along the center of two charges. സെന്ററിലൂടെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈനിലൂടെയാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുക. രണ്ടാമത്തത്, ഈ ഫോഴ്സിനെ അല്ലെങ്കിൽ നമുക്ക് ഈ കൂളംസ് ലോനെ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ ചാർജുകൾ എങ്ങനെയായിരിക്കണം? ചാർജ് ഷുഡ് ബി പോയിന്റ് ചാർജ് ആൻഡ് ദേ ഷുഡ് ബി ഇൻ റെസ്റ്റ്. റെസ്റ്റിലിരിക്കുന്ന രണ്ട് പോയിന്റ് ചാർജുകളിൽ മാത്രമേ നമുക്ക് ഈ കൂളംസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഇനി മൂന്നാമത് നമ്മൾ പറഞ്ഞത് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഈ ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. നാലാമത് പറഞ്ഞത് ന്യൂട്ടൺസ് തേർഡ് ലോനെ ഒബേ ചെയ്യും. അഞ്ചാമതായിട്ട് നമ്മളിപ്പോ പറഞ്ഞത് എന്തായിരുന്നു? കൂളംസ് ലോ യൂണിവേഴ്സൽ ലോ അല്ല. അവസാനമായി നമ്മൾ പറഞ്ഞത് ഫോഴ്സ് ബിറ്റ്വീൻ എനി ടു ചാർജസ് ഇസ് നോട്ട് അഫക്റ്റഡ് ബൈ ദ പ്രസൻസ് ഓഫ് എനി അതർ ചാർജസ്. രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സിനെ അഫക്ട് ചെയ്യാൻ വേറെ ഒരു ചാർജിനും സാധിക്കില്ല. നമ്മള് ചാർജിന്റെ യൂണിറ്റ് കുളുമ്പ് ആണെന്ന് കണ്ടു അല്ലെ? ഇനി നമുക്ക് ഈ 1 കുളുമ്പിനെ ഒന്ന് ഡിഫൈൻ ചെയ്യണം എങ്ങനെയാന്ന് നോക്കാം. 1 കുളുമ്പ് എന്ന് വെച്ചാൽ എന്താണ്, എത്രയാണെന്നൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മള് കുളുംസ് ലോഡ് ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. F is equal to 1/4πε0 Q1 Q2 by R². ഇതിലെ എപ്സിലോൺ0യുടെ വാല്യൂ 8.85 into 10⁻⁻12 ആണ് നമ്മൾ പറഞ്ഞു അല്ലെ? ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 1/4πε0ക്ക് ഒരു വാല്യൂ നമുക്ക് കിട്ടുമല്ലോ. 1/4πε0ക്ക് ഒരു വാല്യൂ കിട്ടും. കാൽക്കുലേറ്റർ ഒക്കെ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടവർ ചെയ്യുക. അതല്ലാത്തവർ ഞാൻ പറയണം വിശ്വസിക്കാം. 1/4πε0 is equal to 9 into 10⁻⁹ ആണ്. 1/4πε0യുടെ വാല്യൂ 9 into 10⁻⁹ ആണ്. ഇനി ഈ വാല്യൂ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. എഫിനെ is equal to 1/4πε0ക്ക് പകരം നമുക്ക് 9 into 10⁻⁹ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ F is equal to 9 into 10⁻⁹ Q1 Q2 by R². ഇനി നന്നായി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഈ Q1ഉം Q2ഉം ഈക്വൽ ആണെന്ന് വിചാരിക്കാം. Q1ഉം Q2ഉം ഈക്വൽ ചാർജ് ആണ്. അവര് തമ്മിലുള്ള ദൂരം 1 മീറ്റർ ആണെന്ന് വിചാരിക്കാം. കൂടാതെ ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് 9 into 10⁻⁹ ആണ്. അപ്പൊ നമ്മൾ 3 കണ്ടീഷൻ ഇവിടെ കൊണ്ടുവന്നു. രണ്ട് ചാർജുകൾ ഈക്വൽ ആണ്. ആ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ദൂരം 1 മീറ്റർ ആണ്. കൂടാതെ അവര് തമ്മിലുള്ള ഫോഴ്സ് 9 into 10⁻⁹ ആണ്. അപ്പൊ ഈ കണ്ടീഷനൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാം. രണ്ട് ചാർജ് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ Q1 ഈക്വൽ ടു Q2 ഈക്വൽ ടു Q എന്ന് എഴുതാലോ. ഈക്വൽ ടു Q. R is equal to എന്ന് എഴുതാം. നമ്മൾ പറഞ്ഞ ദൂരം 1 മീറ്റർ ആണ്. R is equal to 1 മീറ്റർ. ഫോഴ്സ് എന്താന്ന് എഴുതി? ഫോഴ്സ് is equal to 9 into 10⁻⁹. ഇതൊക്കെ കൂടി നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ എഫിന് പകരം എന്ത് എഴുതും?
9 into 10 raised to 9 equal to വീണ്ടും എന്തെന്ന് എഴുതണം 9 into 10 raised to 9. Q1 നും Q2 നും പകരം എന്ത് എഴുതണം? Q എഴുതണം അല്ലെ? Q into Q. Q into Q ചെയ്താൽ Q square divided by R square ന് പകരം 1 meter square. 1 meter square 1 നെ സ്ക്വയർ ചെയ്താൽ 1 തന്നെ കിട്ടും. 1. നമുക്ക് 9 into 10 raised to 9 is equal to 9 into 10 raised to 9 Q square ന്ന് കിട്ടി അല്ലേ? ഇത് Q square is equal to എന്ത് എഴുതാം? 9 into 10 raised to 9 divided by 9 into 10 raised to 9. അപ്പൊ എന്ത് കിട്ടും? 1. Q square is equal to 1 ആണെങ്കിൽ Q എന്തായിരിക്കും? Q is equal to plus or minus 1 ആവാം. Q is equal to plus or minus 1 കൂളും. അങ്ങനെയാണെങ്കിൽ ഈ കുളുമ്പിനെ 1 കുളുമ്പിനെ നമുക്ക് സുഖമായിട്ട് ഡിഫൈൻ ചെയ്തൂടെ? ഈ കണ്ടീഷൻസ് ഒക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കിയാൽ നമുക്ക് 1 കുളുംബ് എന്താന്നുള്ളതിന്റെ ഡെഫിനിഷൻ കിട്ടും. നമുക്കൊന്ന് സ്റ്റേറ്റ്മെന്റ് ആക്കി നോക്കാം. 1 coulomb is that charge which when placed at a distance of 1 meter from a similar charge repels with a force of 9 into 10 raised to 9 Newton. അതായത് ഒരു ചാർജ് അതിനോട് സിമിലർ ആയിട്ടുള്ള മറ്റൊരു ചാർജിന്റെ അടുത്ത് 1 മീറ്റർ ദൂരത്തിൽ വെച്ച് കഴിയുമ്പോൾ ആ രണ്ട് ചാർജുകൾ തമ്മിൽ 9 into 10 raised to 9 ന്യൂട്ടൺ ഫോഴ്സുമായി റിപ്പൽ ചെയ്യുകയാണെങ്കിൽ ആ ചാർജ് 1 കുളംബ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒന്നുകൂടി പറഞ്ഞു നോക്കാം. 1 coulomb is that charge which when placed at a distance of 1 meter from a similar charge repels with a force of 9 into 10 raised to 9 Newton. ഞാനൊരു ചാർജ് ആണെന്ന് വിചാരിക്കാം. എന്റെ ചുറ്റും വേറെയും കുറെ ചാർജ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ചാർജ് ഒക്കെ കാരണം ഇവർ ഓരോരുത്തരും കാരണം എനിക്കൊരു ഫോഴ്സ് അനുഭവപ്പെടും അല്ലെ? ആദ്യത്തെ ആള് കാരണം ഒരു ഫോഴ്സ്, രണ്ടാമത്തെ ആള് കാരണം ഒരു ഫോഴ്സ്, അടുത്ത ആള് കാരണം ഒരു ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് എത്രയായിരിക്കും? ആദ്യത്തെ ആള് കാരണമുള്ള ഫോഴ്സ് പ്ലസ് രണ്ടാമത്തെ ആള് കാരണമുള്ള ഫോഴ്സ് പ്ലസ് മൂന്നാമത്തെ ആള് കാരണമുള്ള ഫോഴ്സ് പ്ലസ് പ്ലസ് അതൊക്കെ അല്ലെ? വെറുതെ പ്ലസ് ചെയ്താൽ മതിയോ? ഇവിടെ എന്താ ഉള്ളത്? ഫോഴ്സ് ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വെക്റ്റർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഫോഴ്സുകളെ തമ്മിൽ വെറുതെ ആഡ് ചെയ്താൽ പോരല്ലോ. ഈ ഫോഴ്സുകളെ തമ്മിൽ നമുക്ക് വെക്റ്റർ അഡീഷൻ തന്നെ ചെയ്യണം. ഇതിനെ വിളിക്കുന്ന പേരാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അതായത് ഒരു ചാർജിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ആ ചാർജിനെ അയാളുടെ ചുറ്റും ഇരിക്കുന്ന ചാർജുകൾ കാരണം ഉണ്ടാവുന്ന ഇൻഡിവിജ്വൽ ഫോഴ്സ് ഓരോരുത്തരായിട്ട് ഉണ്ടാക്കുന്ന ഫോഴ്സുകളുടെ വെക്റ്റർ സമ്മാണ് ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ, ടോട്ടൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ചാർജ് is equal to the vector sum of individual forces due to other charges. Clear അല്ലേ? According to superposition principle, force acting on a charge is equal to the vector sum of മാറിപ്പോരുത്, വെക്ടർ നമ്മൾ പറയണം, vector sum of individual forces due to other charges. നമ്മൾ ഇനി ഈ ചാപ്റ്ററിലെ സെക്കൻഡ് സെക്ഷനിലേക്ക് പോവാണ്. നമ്മൾ ഈ ചാപ്റ്ററിന്റെ പേരെന്താ പറഞ്ഞത്? ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. നമ്മളിപ്പോ ഫീൽഡ് എന്താന്ന് പഠിക്കുകയാണ്. ഇത് നമ്മുടെ ക്ലാസ് റൂം ആണെന്ന് വിചാരിക്കാം. ഞാനിവിടെ നിന്ന് ക്ലാസ് എടുക്കുന്നു, നിങ്ങളൊക്കെ എന്റെ ചുറ്റും ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങൾ ഓരോരുത്തരുടെ മേലും ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എക്സേർട്ട് ചെയ്യാൻ പറ്റില്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ടീച്ചറുടെ അതിമോഹമാണെന്നൊക്കെ പറയാൻ തോന്നുന്നുണ്ടാവും. എന്നാലും എന്റെ ഒരു വിശ്വാസം, എനിക്ക് എന്റെ ഈ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന എന്റെ മക്കളുടെ ഒക്കെ മേലെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ, ഒരു അട്രാക്ഷൻ, അത് നിങ്ങളൊക്കെ ഇവിടെ പിടിച്ചിരുത്താൻ എനിക്ക് കഴിയുന്ന ഒരു വിശ്വാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ ഫീൽഡ് എന്ന് പറയുന്നത് ഈ ക്ലാസ് റൂമാണ്. ഞാനിപ്പോ പറഞ്ഞത് എന്റെ കേസ്. ഇനി നിങ്ങളുടെ കേസ് എടുത്താൽ ഫീൽഡ് ഇങ്ങനെ ഈ ഒരു മതിലിന്റെ ഉള്ളിലെ ഒതുങ്ങി നിൽക്കണമെന്നില്ല. നിങ്ങളുടെ ഫീൽഡ് ചിലപ്പോ ഈ ക്ലാസ് റൂമോ അതിന്റെ അടുത്ത ക്ലാസ് റൂമോ ഒക്കെ ആയിരിക്കാം. ചിലപ്പോ ഈ പറപ്പൂര് മൊത്തവും നിങ്ങളുടെ ഫീൽഡ് ആയിരിക്കാം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ചാർജ് ആണെങ്കിൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു ചാർജിനെ അതിന്റെ ഫോഴ്സ്, അത് അട്രാക്റ്റീവും ആവാം റിപ്പൾസീവും ആവാം, അതിന്റെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടാവും.
ആ സ്പേസിനെ വിളിക്കുന്ന പേരാണ് ഫീൽഡ്. ചാർജിന്റെ കേസ് വരുമ്പോ ഇലക്ട്രിക് ഫീൽഡ്. ഒരു ചാർജിന്റെ ചുറ്റും അതിന്റെ ഫോഴ്സ് എവിടം വരെ അതിനെ എക്സേർട്ട് ചെയ്യാൻ സാധിക്കുമോ ആ ഒരു സ്പേസിനെ വിളിക്കുന്ന പേരാണ് ആ ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ വരയ്ക്കുകയാണ്. ഇതൊരു ചാർജ്. ഈ ചാർജിന്റെ ചുറ്റും ഇതാണ് ഈ ചാർജിനെ എക്സേർട്ട് ചെയ്യാൻ പറ്റുന്ന, ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് എങ്കിൽ ഈ വരച്ചതാണ് ഈ ചാർജിന്റെ ഫീൽഡ്. ഇനി ഇത് ഈ ചാർജ് നമ്മുടെ ഫുഹദാണെന്ന് വിചാരിക്കാം. ഫുഹദ് എനിക്ക് പറ്റാവുന്ന പോലെ ഞാൻ ഫുഹദിനെ വരച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഫുഹദ്. ഈ ഫുഹദ് ഇവിടെ ഇരിക്കുന്നു. അപ്പൊ ഫുഹദിന് ചുറ്റും ഒരു ഫീൽഡ് ഉണ്ടാവുമല്ലോ. ഇത് ഫുഹദിന്റെ ഫീൽഡ്. തൽക്കാലം ഈ ബോർഡിൽ ഒതുങ്ങുന്ന ഒരു ഫീൽഡ് ഞാൻ വരച്ചു എന്നേ ഉള്ളൂ. ഫുഹദ് ക്ഷമിക്കാം. ഇനി ഇവിടെ ഞാൻ നമ്മുടെ സെയാനെ കൊണ്ടുവന്ന് വെച്ചു. ഇവിടെ നമ്മുടെ സയാൻ ഇതിനകത്തേക്ക് കയറിയപ്പോ തന്നെ എന്തോ ഒരു പന്തികേട് തോന്നിക്കാണും. അതെന്താ? സയാൻ ഇപ്പൊ വന്ന് നിൽക്കുന്നത് എവിടെയാ? ഫുഹദിന്റെ ഫീൽഡിലാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ സയാൻ എന്ത് അനുഭവപ്പെടും? ഈ ഫുഹദ് കാരണം ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ഈ ഫുഹദിനെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഏരിയ, ആ ഒരു സ്പേസ് ആണല്ലോ ഫുഹദിന്റെ ഫീൽഡ്. ഇപ്പൊ നമ്മുടെ സയാൻ നിൽക്കുന്നത് ഫുഹദിന്റെ ഫീൽഡിലാണ്. അപ്പൊ സയാനെ ഫുഹദ് കാരണം ഒരു ഫോഴ്സ് അനുഭവപ്പെടും. അപ്പൊ നമ്മൾ ഈ സയാനോട് ചോദിക്കുകയാണ്, മോനെ സയാനെ, നിനക്ക് ഫുഹദ് കാരണം വല്ല ഫോഴ്സും ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ, ഈ പോയിന്റിൽ ഇങ്ങനെ നിൽക്കുമ്പോ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ എന്ത് പറയാം സയാൻ? ഉണ്ട് ടീച്ചറെ, എനിക്ക് കുറച്ച് ഫോഴ്സ് ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. അത് എത്രയാന്ന് നമ്മൾ ചോദിച്ചാൽ ഫുഹദ് എന്ത് പറയും? ഫുഹദ് ഒന്നും പറയില്ല. സയാൻ എന്ത് പറയും? ഒരു വാല്യൂ പറയും. ആ വാല്യൂ ആണ് ഈ സയാൻ നിൽക്കുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. സയാൻ നിൽക്കുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. സയാൻ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. എന്നാൽ ഈ പറഞ്ഞതൊക്കെ ശരിയാവുള്ളൂ. സയാൻ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ സയാൻ ഇവിടെ നിൽക്കുമ്പോ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് സയാൻ നിൽക്കുന്ന ഈ പോയിന്റിലെ എന്ത്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്നും പറയാം. ഇനി നമ്മള് ഫുഹദിനെ മാറ്റി സയാനെ മാറ്റി ഫുഹദിന് പകരം ക്യാപിറ്റൽ ക്യൂ ചാർജും കൊണ്ടുവന്നു. സയാന് പകരം നമ്മൾ നേരത്തെ പറഞ്ഞ യൂണിറ്റ് പോസിറ്റീവ് ചാർജും കൊണ്ടുവന്നു. യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്താണെന്ന് അറിയാലോ? യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള ഒരു ചാർജ്. പോസിറ്റീവ് ആണ്, മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അങ്ങനെയുള്ള ഒരു ചാർജിന് നമ്മൾ കൊണ്ടുവന്നു. നമുക്ക് ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് കാണേണ്ടത് അല്ലെ. ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, അതായത് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഇരിക്കുന്നിടത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇയാള് കാരണം അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇയാള് കാരണം അനുഭവപ്പെടുന്ന ഫോഴ്സ്. അതിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാലോ. ആ ഇക്വേഷൻ ആര് തരും? നമ്മുടെ കുളംസ് ലോ തരും. അപ്പൊ നമുക്ക് ഇക്വേഷൻ എഴുതിയാലോ. അപ്പൊ കുളംസ് ലോ ഒന്ന് ആദ്യം സ്റ്റേറ്റ് ചെയ്യാം. കുളംസ് ലോ, അക്കോർഡിംഗ് ടു കുളംസ് ലോ, F is equal to 1/4πε0 Q1 Q2 by R square. വെക്ടർ നൊട്ടേഷൻ ഒന്നും കൊണ്ടുവരുന്നില്ല. F is equal to 1/4πε0 Q1 Q2 by R square. ഇനി ഇവിടെ Q1 ന് പകരം ആരെഴുതാം? ക്യാപിറ്റൽ Q ന് എഴുതാം. F is equal to 1/4πε0 ക്യാപിറ്റൽ Q. Q2 ന് പകരം ആരെഴുതാം? +1 അല്ലേ ഇവിടെ? +1. അപ്പൊ നമുക്ക് 1 എന്ന് എഴുതിയാൽ മതിയല്ലോ. Q2 ന് പകരം ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ ഇവര് തമ്മിലുള്ള ദൂരം R ആണെങ്കിൽ ഡിവൈഡഡ് ബൈ R സ്ക്വയർ. അതായത് F is equal to എന്ന് എഴുതാം. F is equal to 1/4πε0 Q by R square. ഈ F എന്താണ് നമ്മൾ പറഞ്ഞു? ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അപ്പൊ എഫിന് പകരം നമുക്ക് ഈ എഴുതാലോ. E/ε0 Q by R square. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ. ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നോക്കുക. Q എന്നുള്ളൊരു ചാർജ്, ഇത് അതിന്റെ ഫീൽഡ്. ഈ ഒരു പോയിന്റിലെ
ഒരു ക്യൂ ചാർജ്, സ്മോൾ ക്യൂ ചാർജ്, യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അല്ല, സ്മോൾ ക്യൂ ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവര് തമ്മിലുള്ള ഫോഴ്സ് കാണുന്ന ഇക്വേഷൻ നമുക്കറിയാം അല്ലെ. നമുക്ക് എഴുതാം, കുളംബ്സ് ലോ നിന്ന് എഴുതാം. F is equal to 1/4πε0 QQ by R square. Q1ന്റെ സ്ഥാനത്ത് ക്യാപിറ്റൽ Q എഴുതി, Q2ന്റെ സ്ഥാനത്ത് നമ്മള് സ്മോൾ Qയും എഴുതി. ഇനി ഈ ഇക്വേഷൻ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആവണമെങ്കിൽ ഇവിടെ എന്ത് മാറ്റം വരണം? ക്യൂവിന് പകരം നമ്മൾ നേരത്തെ കണ്ടു, ക്യൂവിന് പകരം ഒരു യൂണിറ്റ് ചാർജ് ആയിരിക്കണം അല്ലെ, യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആയിരിക്കണം. അപ്പൊ ക്യൂ ചാർജ് വെച്ചപ്പോൾ ഉള്ള ഫോഴ്സ് ഇതാണെങ്കിൽ യൂണിറ്റ് ചാർജ് വെച്ചാലുള്ള ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ക്യൂ ചാർജ് വെച്ചപ്പോഴുള്ള ഫോഴ്സ് ഇതാണെങ്കിൽ യൂണിറ്റ് ചാർജ് വെച്ചപ്പോഴുള്ള ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? വളരെ സിമ്പിൾ അല്ലേ. ഇത് ക്യൂ ചാർജ് വെച്ചപ്പോഴുള്ള ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് ചാർജ് വെക്കുമ്പോൾ ഉള്ള ഫോഴ്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഇത് ഡിവൈഡഡ് ബൈ ക്യൂ ചെയ്താൽ പോരെ. അപ്പൊ നമുക്ക് ഇത് ഡിവൈഡ് ബൈ ക്യൂ ചെയ്താൽ, അതായത് എഫ് ഡിവൈഡഡ് ബൈ ക്യൂ ചെയ്താൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ കിട്ടും? 1/4πε0 Q/R². ഇതല്ലേ ഈ ഇക്വേഷൻ. ഇതിനെ നമുക്ക് ഈ എഴുതാലോ. അങ്ങനെയാണെങ്കിൽ ഇയും എഫും ക്യൂവും ഒക്കെ കണക്ട് ചെയ്ത് നമ്മുടെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. E is equal to F by Q. E is equal to F by Q. നമുക്കൊരു പുതിയ ഇക്വേഷനും കിട്ടി. ഇക്വേഷൻ മാത്രമാണോ, നമുക്ക് പുതിയൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ കിട്ടി, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഉടനെ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ യൂണിറ്റും കണ്ടുപിടിക്കും, ഡയമെൻഷനും കണ്ടുപിടിക്കും. ഈ ഇക്വേഷൻ വെച്ച് യൂണിറ്റ് കണ്ടുപിടിക്കാൻ നല്ല എളുപ്പമാണ് അല്ലെ. ഇയുടെ യൂണിറ്റ് എന്തായിരിക്കും? എഫിന്റെ യൂണിറ്റ് ഡിവൈഡഡ് ബൈ ക്യൂവിന്റെ യൂണിറ്റ്. അപ്പൊ പറഞ്ഞേ, എഫിന്റെ യൂണിറ്റ് എന്താ? യൂണിറ്റ് പറയും, ന്യൂട്ടൺ. ക്യൂവിന്റെ യൂണിറ്റ് എന്താ? ചാർജിന്റെ യൂണിറ്റ്, ചാർജിന്റെ യൂണിറ്റ് കൂളും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ന്യൂട്ടൺ പെർ കൂളുംബ് അല്ലെങ്കിൽ ന്യൂട്ടൺ കൂളുംബ് റേസ് ടു -1. യൂണിറ്റ് കിട്ടിയില്ലേ? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ന്യൂട്ടൺ കൂളുംബ് റേസ് ടു -1. ഓർത്ത് വെക്കുക. പലപ്പോഴും മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ അതുപോലെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ്. നമുക്ക് ഇനി ഡയമെൻഷനും കൂടി ഒന്ന് കണ്ടുപിടിക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡയമെൻഷൻ ഫോഴ്സിന്റെ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ചാർജിന്റെ ഡയമെൻഷൻ ചെയ്താൽ കിട്ടും. അപ്പൊ ഒന്ന് ചെയ്ത് നോക്കാം. ഫോഴ്സിന്റെ ഡയമെൻഷൻ നമുക്കറിയാം, mL(T⁻²) ഡിവൈഡഡ് ബൈ ചാർജിന്റെ ഡയമെൻഷൻ. ചാർജിന്റെ ഡയമെൻഷൻ എന്താ? AT. സംശയമുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ചാർജിന്റെ ഡയമെൻഷൻ നമുക്ക് കറന്റിന്റെ ഡയമെൻഷൻ എന്നാ കിട്ടുക അല്ലെ. കറന്റിന്റെ ഇക്വേഷൻ എന്താ? I is equal to Q/T. കറന്റിന്റെ ഡയമെൻഷൻ നമുക്കറിയാം, ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഒക്കെ ആയിരുന്നു. കറന്റിന്റെ ഡയമെൻഷൻ A ഈക്വൽ ടു ചാർജ്, ചാർജിന്റെ ഡയമെൻഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുന്നത്. അപ്പൊ Q എന്ന് എഴുതി ഡിവൈഡഡ് ബൈ ടൈമിന്റെ ഡയമെൻഷൻ T. അങ്ങനെയാണെങ്കിൽ Q എന്ന് പറയുന്ന ആളുടെ ഡയമെൻഷൻ AT, A into T. സംശയമില്ലല്ലോ. ഇത് തന്നെയാണ് ഞാൻ ഇവിടെ എഴുതിയത്. mL(T⁻² ഡിവൈഡഡ് ബൈ AT. ഇനി മുകളിലേക്ക് പോകേണ്ട ആൾക്കാരെ മുകളിലേക്ക് കൊണ്ടുവരിക, വെട്ടിക്കളയേണ്ട ആൾക്കാരെ വെട്ടിക്കളയുക. ഇപ്പൊ എന്ത് വരും? ഇസ് ഈക്വൽ ടു m ഇവിടെ തന്നെ നിൽക്കുന്നു. mL(T⁻² ഉണ്ട്, താഴെ ഒരു 2 ഉണ്ട്. മുകളിലേക്ക് വന്ന എന്താ? T മുകളിലേക്ക് വരുമ്പോ T⁻1 -1ഉം -2ഉം തമ്മിൽ ആഡ് ചെയ്താൽ -3. ഈ A മുകളിലേക്ക് വരുമ്പോ A⁻1. ഇന്റൻസിറ്റിയുടെ ഡയമെൻഷൻ. ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. നമ്മൾ ഇന്ന് പുതിയൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ കണ്ടു അല്ലെ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അടുത്ത ക്ലാസ്സിൽ ഇതിനെ കുറിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.